പിക്ചറിൻ്റെ വെയർഹൗസ് മാനേജറാണ്. എൻ്റെ പേര് പൗലോസ് എന്നാണ്. നമുക്ക് വർക്കിംഗ് ഡോസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഷോപ്പിൽ ബില്ലടിക്കും. ആ ബില്ലുകൾ നമുക്ക് ഇവിടെ വരും. ഇവിടെ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യും. ഓക്കെ, അത് കൂടാണ്ട് നമ്മുടെ മറ്റ് സ്റ്റോറുകൾ പിന്നെ പല ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചുകൾക്ക് സ്റ്റോക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് കൊറിയർ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് അതുപോലെ തന്നെ ഇങ്ങോട്ടും കൊറിയറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ വേറെ ഏതൊക്കെ പ്രൊഡക്റ്റുകൾ അതൊക്കെ വേണം? നമുക്ക് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, AC, TV, പിന്നെ ചെറിയ അപ്ലയൻസ് വരുന്നുണ്ട്. ബ്രാൻഡുകൾ വരുന്നത് സാംസങ്, LG, ലോയിഡ്, കാരിയർ, വേൾപൂള്, IFP, അങ്ങനെ എല്ലാ ബ്രാൻഡുകളും നമുക്കുണ്ട്. ഇതിനെയൊക്കെ പണിക്കെടുത്ത് അങ്ങനെ ഇല്ല. നമുക്ക് എല്ലാം സെയിം കണക്ക് ഒരുപോലെയാണ്. നമുക്ക് അങ്ങനെ ഒരു ഇതില്ല, തിരിച്ചുകയറുമില്ല. ഇന്ന ബ്രാൻഡ് നമ്മൾ ചെയ്യൂ എന്നല്ല, നമ്മൾ എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കസ്റ്റമർ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇന്ന ഐറ്റം വേണം എന്ന് പറയുന്ന കസ്റ്റമർ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. നമുക്കിപ്പോൾ ഈ പീക്ക് ഓപ്പറേഷൻ ടൈം സീസൺ സീസൺ നമുക്ക് ഒന്ന് ഓണത്തിൻ്റെ ടൈമാണ്. അത് കൂടാണ്ട് ഇപ്പം ഇനി നമുക്ക് വരുന്ന AC-യുടെ സീസണാണ് വരാൻ പോകുന്നത്. സമ്മർ സീസണാണ് വരാൻ പോകുന്നത്. അതുകൂടാണപ്പോൾ ഓഫർ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ നോർമലി നമ്മൾ പോകുന്നത് തന്നെ. ഓഫറൊക്കെ എങ്ങനെയുണ്ടാവും? പർട്ടിക്കുലർ ടൈം എന്ന് പറയുമ്പോൾ ഓരോ ടൈം അനുസരിച്ചാണ് ചെയ്യുന്നത്. കമ്പനി ആണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് ചാലഞ്ചസ് എന്തൊക്കെയാണ്? ചാലഞ്ച് നമ്മൾ വേറെ സ്റ്റോറുകൾ അത് തന്നെയാണ് നമുക്ക് എല്ലാം എടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ വേറെ സ്റ്റോറുകളാണ് സെയിം തന്നെ. പിന്നെ കസ്റ്റമറെ നമ്മൾ കൂടുതലും ഹാപ്പി ആക്കി വിടും. ആ കസ്റ്റമർ വീണ്ടും നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഇവിടെ ടോട്ടൽ 3 പേരുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് എക്സ്ട്രാ ട്രെയിനിങ് മാതിരി വേണം നമുക്ക്. ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എങ്ങനെയാണ്? മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നത് നമ്മൾ കുറച്ച് വണ്ടികൾ ചെയ്തിട്ടുണ്ട്. ആ വണ്ടികൾ മാപ്പ് ചെയ്ത് നമ്മളൊരു ഐറ്റം ഒരേ സ്ഥലത്തേക്കുള്ളത് മാത്രം ഓരോ വണ്ടികളിൽ അറേഞ്ച് ചെയ്യും. ഒത്തിരി ബില്ലുണ്ടെങ്കിൽ അതനുസരിച്ച് വലിയ വണ്ടികൾ അതിൽ 3 വീലർ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. ഇത് എവിടേക്കൊക്കെ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടൽ വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും കൊടുക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ എടുത്തിട്ട് നമുക്ക് ആലപ്പുഴ ഡെലിവറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലപ്പുഴ ഡെലിവറി ഇവിടുന്ന് കൊറിയർ ചെയ്യും. കൊറിയർ ചെയ്ത് പിറ്റേ ദിവസം കസ്റ്റമർക്ക് കിട്ടും. ഒരു ദിവസം ഡിലേ വരും കസ്റ്റമർക്ക്. ഇൻ കേസ് അതല്ലെങ്കിൽ ഡയറക്റ്റ് വണ്ടിയിൽ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമർ പകുതി പേ ചെയ്യുകയാണെങ്കിൽ പകുതി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ അങ്കമാലി ബ്രാഞ്ചിൻ്റെ അടിയിലുള്ള വേറെ? അതെ, ഈ അങ്കമാലി മാത്രമല്ലേ ഉള്ളൂ? ഈ ബ്രാഞ്ചിൻ്റെ മാത്രമല്ലേ ഉള്ളൂ വേറെ? അതെ വേറെ അങ്കമാലിയുടെ മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റോറിന് വേറെ ദിവസം നമുക്കിവിടെ ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് അങ്ങനെ
യൂസ് ചെയ്യുന്നത്? എക്യുപ്മെന്റ്സ് ആയിട്ട് നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരുന്നില്ല. പോലും വരുന്നത് പറഞ്ഞാൽ നമുക്കൊരു ട്രോളി ഉണ്ട്, അത് കേസ് തള്ളി പോയി ഫ്രണ്ടിലെത്തിക്കുന്നു, അതുകൊണ്ടാണ് ലാഡ്. ബാക്കിയൊക്കെ മാൻ പവർ തന്നെയാണ്.